ഇന്നെന്താ മുസ്ലിം ഉമ്മത്തിന്റെ കഥകൾ? ഒരു ഭാഗത്ത് മനുഷ്യൻ വികസിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമൂഹം വിട്ടുപോയിട്ടില്ല എന്ന നിരവധി ചരിത്രങ്ങൾ നമ്മളെ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉപകാരപ്പെടാത്ത കെട്ടുകഥകളിലൂടെ, നിർമ്മിക്കപ്പെടുന്ന കൊള്ളത്തരത്തിലൂടെ വിശ്വാസത്തിൽ പല പതർച്ചകളും ഉണ്ടാക്കാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ലേ? ആകാശത്തുകൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി കയറിപ്പോയ ഷെയ്ഖുനാന്റെ കറാമത്ത് കേട്ട് തക്ബീർ വിളിച്ചവരിൽ മുസ്ലിമീങ്ങളാ മുൻപന്തിയിൽ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഇത്ര സ്പീഡ് പാടില്ലെന്ന് ഷെയ്ഖുന ഗുണദോഷിച്ചപ്പം പിന്നീട് ആ തീവണ്ടിക്ക് അത്ര സ്പീഡ് പോകാൻ പറ്റിയിട്ടില്ലെന്ന് ഷെയ്ഖുനാന്റെ കറാമത്ത് പറയുമ്പം തക്ബീർ വിളിക്കുന്നവരിൽ മുസ്ലിം ഉമ്മത്തുണ്ട്, മുൻപന്തിയിലും തലക്കെട്ടുകാരായിട്ടും. കല്യാണം കഴിഞ്ഞ് 18 കൊല്ലം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണ് ഷെയ്ഖുനാന്റെ അടുത്ത് സങ്കടം പറയാൻ വന്നപ്പം ബിരിയാണി കഴിക്കുന്നതിനിടയിൽ കോഴിക്കാല് കടിച്ചെടുത്ത് ഒരു ഭാഗം പെണ്ണിന് കൊടുത്തപ്പം കോഴിക്കാല് തീരുന്നതിന്റെ ഇടയ്ക്ക് 9 മാസം ഗർഭം ധരിച്ച പെണ്ണിനെ കണ്ട് ഭർത്താവ് പോലും അത്ഭുതപ്പെട്ടു എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരും ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരുമാണെങ്കിൽ, അതിനേക്കാളേറെ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ പോലും ഓരോ റമദാനിന്റെ രാവുകളിലും ചിറ്റടി മീത്തലിലെ മടവൂരിലെ മണ്ണിൽ വന്ന് കഞ്ഞിയും പയറും തിന്നാൻ ഹിദർ നബിയോടൊപ്പം ഷെയ്ഖുന വരുന്നുണ്ടെന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിനൊരു ഗുണവും ചെയ്യാത്ത, നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ആധുനിക തലമുറയിലെ ചെറുപ്പക്കാരെ കൊണ്ടുപോകാൻ മാത്രം കഴിവ് നൽകുന്ന ഈ കെട്ടുകഥകളാണോ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം? ഇതാണോ ഏകദൈവ വിശ്വാസം? ഹയ്യുൽ ഖയ്യൂമായ, ഉറക്കവും മയക്കവും ബാധിക്കാത്ത, ബദറിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിച്ച, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബിയെ സഹായിച്ച, മാരക രോഗം ബാധിച്ച് കഷ്ടപ്പെട്ടപ്പം അയ്യൂബ് നബിയെ സഹായിച്ച, സ്വന്തം നാട്ടുകാരെ എറിഞ്ഞോടിക്കുമെന്നായപ്പം പടച്ചറബിന്റെ സഹായത്താൽ രക്ഷപ്പെട്ട ലോകത്തിന്റെ അമ്പിയാക്കൾ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റി പറയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ജാഹിലിയത്ത് എന്തെന്നറിയണം. ജാഹിലിയത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം എന്തെന്നറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്ന കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. അന്ധതയും അനാചാരങ്ങളും ബൗദ്ധയും വിശ്വാസവും ശിർക്കൻ പ്രവർത്തനങ്ങളും മക്കയിൽ വ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടം. മക്കക്കാര മുസ്ലിമീങ്ങളല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള, അള്ളാന്റെ അടിമാന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അളാപ്പന്റെ പേര് അബൂലഹബ് എന്ന. റസൂലുള്ളാന്റെ കുടുംബക്കാരിൽ ഓരോരുത്തരുടെ പേര് മുസ്ലിം പേരുകളാ. പ്രവാചകന്റെ ഉമ്മാന്റെ പേര് ആമിന എന്നാണെങ്കിൽ, മുലകൊടുത്ത സഹോദരിയുടെ പേര് ഹലീമ എന്ന പെണ്ണാണെങ്കിൽ, ലോകത്തിന്റെ പ്രവാചകന്റെ മക്കൾക്കെന്ന് റസൂലുള്ള പേരിട്ടത് ഫാത്തിമ, റുഖിയ, ഉമ്മു കുൽസൂം, സൈനബ എന്നായിരുന്നെങ്കിൽ, ജനിച്ചിട്ട് മരിച്ചുപോയ മക്കൾക്ക് അബ്ദുള്ള എന്നും അബുൽ ഖാസിം എന്നാണ് പേരിട്ടതെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്ത് മുസ്ലിമീങ്ങളാ. എന്നിട്ടും എന്തേ പടച്ച റബ്ബ് അവർക്ക് തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചത്? അബൂലഹബ് മതത്തിലില്ല എന്ന് റബ്ബ് പഠിപ്പിച്ചത് എന്തുകൊണ്ട്? അബൂ സുഫിയാൻ, അബൂ ജഹല് ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് പഠിപ്പിച്ചത്? ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ഹജ്ജിന് വന്നിരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു പുണ്യ മനുഷ്യൻ ലാത്ത എന്ന വ്യക്തി. ലാത്ത മരണപ്പെട്ടപ്പം മക്കയിലെ ഖുറൈശ് ഗോത്രം ഒരുമിച്ച് കൂടി പറഞ്ഞു, ലാത്തയെ നമ്മൾ മറക്കാൻ പാടില്ല, അതുകൊണ്ട് ലാത്തയുടെ കബറ് ഒരൽപ്പം മണ്ണിട്ട് പൊക്കണം. മണ്ണിട്ട് പൊക്കിയപ്പം വീണ്ടും ജനങ്ങൾ ഒരുമിച്ച് കൂടി പറഞ്ഞു, മണ്ണ് മാത്രം പോരാ, കുറച്ച് കോൺക്രീറ്റ് ഇട്ട് സിമന്റ് ഇട്ട് അതൊന്ന് പൊന്തിക്കണം. വീണ്ടും അവർ പൊന്തിച്ച കബറിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ കബറ് മാത്രം വെച്ചതുകൊണ്ട് കാര്യമല്ല, ആ കബറിന്റെ അരികിൽ വന്ന് എന്തെങ്കിലും ചില ഇബാദത്തുകൾ അർപ്പിക്കണം. അന്ന് മക്കക്കാര് കണ്ടെത്തിയ ഒരു ഇബാദത്ത്, കച്ചവടത്തിന് പോകുന്ന ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് ലാത്തയുടെ കബറിങ്കൽ വന്ന് ആ കബറിന്റെ അരികിൽ വെച്ച് അവര് ലാത്തയോട് പ്രാർത്ഥിച്ചു, ലാത്തേ ഞങ്ങളെ കച്ചവടം ഒന്ന് റാഹത്താകണം, ലാത്തേ ഞങ്ങളുടെ കച്ചവട യാത്ര എളുപ്പമാകണം. ആ ശിർക്കൻ വിശ്വാസം കണ്ടിട്ടായിരുന്നു അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ചെന്ന് ഏകാന്തവാസം ഇഷ്ടപ്പെട്ടത്. അല്ലാതെ മക്കയിൽ ജീവിക്കാനുള്ള സൗകര്യക്കുറവുണ്ടല്ല. ഇനിയും ചിന്തിച്ചു നോക്കൂ, മക്ക കാലഘട്ടത്തിൽ അള്ളാഹുവിനെ തൊട്ട് പറഞ്ഞ അന്ന് മുതൽ മക്കക്കാർക്ക് റസൂലുള്ള വേണ്ടാത്തവനായി. അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാവുകളെ കൊണ്ട് ഭ്രാന്തനെന്ന് വിളിച്ചു. പ്രവാചകനെ സ്നേഹിച്ചിരുന്ന കുടുംബക്കാർ കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചു. എന്തിന്റെ പേരിൽ? മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല, മക്കയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലല്ല, മക്കയിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിന്റെ പേരിലല്ല,
മറിച്ച് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കക്കാര് ഹബീബായ നബി തങ്ങളെ വെറുത്തു, റസൂലുള്ളാഹിനെ ആട്ടിപ്പായിപ്പിച്ചു, കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചു. അവസാനം നിസ്സഹായതയിൽ കൊല ചെയ്യപ്പെടുമെന്നായപ്പോ റബ്ബിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് നാടുവിട്ടു. 10 കൊല്ലങ്ങൾക്കപ്പുറം മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വരുന്ന രംഗം. സഹാബത്തിനെയും കൂട്ടി മക്കയിലെത്തുന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മക്കയിൽ കാലുകുത്തുന്ന ഉടനെ തന്റെ മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, അലി കയ്യിലുള്ളൊരു പാര, ഇരുമ്പിന്റെ പാര അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന സർവ്വ കബറും അടിച്ചു നിരപ്പാക്കണേ അലി. ആരുടേതെന്ന് പറഞ്ഞാൽ പോലും വിട്ടേക്കരുത് അലി, ഒരു കബർ പോലും വിട്ടേച്ച് പോകരുതേ അലി. അന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടിച്ചു നിരപ്പാക്കിയ ഒരു കബർ പോലും ഇന്ന് സൗദി അറേബ്യയിലില്ല. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ഉഹുദീങ്ങൾ, ബദരീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഖൈബരീങ്ങൾ ഇവരെല്ലാം കിടക്കുന്ന സൗദി അറേബ്യയിൽ ഒരു മണ്ണിൽ പോലും ഒരു കബർ കെട്ടപ്പൊക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അതായിരുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, നാളെയുള്ളതും ഇന്നലെയുള്ളതും അറിയുന്ന, എന്തെന്തും ഏതെന്നും അറിയുന്ന, നിശ്ചയിക്കുന്ന ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇനിയും പോട്ടെ, മരണം കൺമുൻപിൽ കണ്ടു കിടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ റബീഉൽ അവ്വൽ 12-ാം തീയതി രോഗത്തിന്റെ കാഠിന്യത്താൽ കയ്യിലുള്ള ഒരു തോർത്തുമുണ്ട് അള്ളാഹിന്റെ റസൂൽ മുഖത്തേക്കിടും. സഫർ മാസം 30 മുതൽ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് മരിക്കുന്നത് വരെ, വഫാത്താകുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയ. അവസാനം മരിക്കുന്ന അന്ന് നേരം വെളുത്ത് സൂര്യൻ അതിന്റെ ചൂട് കാണിച്ചു തുടങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മടിയിൽ കിടന്ന് അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഒരു അന്ത്യോപദേശമുണ്ട്. തന്റെ കയ്യിലുള്ള തോർത്തുമുണ്ട് മുഖത്തേക്കിടുകയും മുഖത്തുനിന്ന് വലിച്ചു മാറ്റുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കടം കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇക്കഴിഞ്ഞ 12 ദിവസവും ഞങ്ങൾ കാണാത്തൊരു വേദന നിങ്ങളെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ട് റസൂലേ. സങ്കടം കൊണ്ട് വെങ്ങിപ്പൊട്ടുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അവസാനത്തെ വാക്കിങ്ങനെയാ, അല്ലാഹുവേ അല്ലാഹുമ്മ അഗ്നി അലാ സക്കറാത്തിൽ മൗത്ത് ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുവേ, ആ മരണത്തിന്റെ വേദന എനിക്കൊന്ന് ഇനി കുറച്ച് തരണം പടച്ചോനെ. ഇത് പ്രാർത്ഥിക്കുന്ന തിരുദൂതൻ പെട്ടെന്ന് ബോധം കെട്ടുപോയി. ബോധക്കേടിനിടയിൽ വീണ്ടും അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ നാവെന്തോ ചലിക്കുന്നുണ്ട് എന്നറിയുമ്പം സഹാബാക്കൾ ചോദിക്കും, ഉമ്മ, എന്താ റസൂലുള്ളാന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ മുഖത്തേക്ക് ചെവി വെച്ച് കേട്ടപ്പോ റസൂലുള്ള പറയുന്നത് ഇങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തിന്റെ പേരിൽ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ ആ കബറുകൾക്ക് മുകളിൽ അവർ ആരാധനകൾ അർപ്പിച്ചിരുന്നു. ആ കബറിന്റെ മേലെ അവർ ബന കെട്ടിപ്പൊക്കിയിരുന്നു. ആ കബറിന്റെ അരികിൽ അവർ പ്രാർത്ഥനക്ക് ചെന്നിരുന്നു. അതുകൊണ്ട് ഉമ്മത്തെ, എന്റെ കബറിനെ നിങ്ങൾ ആരാധിക്കരുതേ. ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ, അഷ്റഫുൽ ഖൽക്ക്, ഒരു പാപം ചെയ്യാത്ത റസൂലുള്ള, മക്കയിൽ ഓരോ കുടുംബത്തിനും പ്രിയപ്പെട്ട റസൂലുള്ള, ഇന്നും ലോകത്തിന്റെ ഐഡന്റിറ്റിയായി, നന്മയുടെ ചൂണ്ടുപലകയായി ലോകമാദരിക്കുന്ന പ്രവാചകന്റെ അവസാനത്തെ വാക്കിങ്ങനെയാ, ലാ തജ്അൽ ഖബരി ഇദാ. റബ്ബേ, എന്റെ കബറിനെ നീ അങ്ങനെ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. എന്റെ കബറിനെ നീ ഒരിക്കലും ഒരു ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. എന്നിട്ടും മതിവരാത്ത അള്ളാഹുവിന്റെ റസൂല് ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മടിയിൽ കിടന്ന് സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബത്തെ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ഒരിക്കലും എന്റെ കബറിന്റെ അടുത്ത് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യാൻ വരരുത്. ഈ പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് എങ്ങനെയാ അജ്മീർക്ക് പോകാൻ പറ്റുക?
എങ്ങനെയാ നാഗൂർക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ CM മക്കാമിലേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ ഉള്ളാള് തങ്ങൾക്കടിയിലേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു പറയാൻ പറ്റുക? എങ്ങനെയാ മമ്പർത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുക? എങ്ങനെയാ ഏലസ് കെട്ടാൻ കൈ നീട്ടിക്കൊടുക്കാൻ പറ്റുക? എങ്ങനെയാ മന്ത്രി ചൂതാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുക? തന്റെ സദസ്സിൽ വന്ന് കൈ നീട്ടി സലാം പറഞ്ഞ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ചരട് കണ്ടപ്പം സലാം മടക്കാതെ ചൂണ്ടുവിരലുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ചരട് പൊട്ടിച്ചെറിഞ്ഞ് സലാം മടക്കി കൊണ്ടുവന്ന ഉമ്മാനോട് അള്ളാന്റെ റസൂലുള്ള കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പെണ്ണേ, നിന്റെ മകളെ നീ നരകത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കരുത്. ഒരിക്കലും അങ്ങനെ ഒരു തിന്മ നീ അവളോട് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാ ഒരു ഇസ്മിന്റെ, ഒരു മന്ത്രിച്ചൂതലിന്റെ, ഒരു ഏലസിന്റെ കെട്ടുന്നതിന് വേണ്ടി ആളുകൾക്ക് മുൻപിലേക്ക് കൈനീട്ടാനും അര കാണിക്കാനും കൈത്തണ്ട കാണിക്കാനും കഴുത്തിൽ കെട്ടിത്തൂക്കാനും വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല, റബ്ബിനെ നമുക്ക് മനസ്സിലായിട്ടില്ല. ആ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്കും പടച്ചോന്റെ കബറിൽ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ പടച്ചോൻ ഒരിക്കലും അവസരം കൊടുക്കൂല. സഹാബത്ത് ചോദിച്ചു, റസൂലേ വഅൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നവർക്ക് ആ തൗഹീദ് പറയാൻ അള്ളാഹുവിന്റെ റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, നാവുകൊണ്ട് പറഞ്ഞവർക്ക് അത് കിട്ടില്ല, ഹൃദയം കൊണ്ട് റബ്ബിനെ പറഞ്ഞവർക്ക് അത് കിട്ടൂ. ആരാണ് അവര്? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, നിന്റെ ബിലാലിന് അത് പറയാൻ കിട്ടും. കാരണം ചുട്ടുപൈത്ത മരുഭൂമിയിൽ മലർത്തിക്കടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശത്രു തല്ലുമ്പം കൈത്തണ്ടയിൽ നിന്നും മാംസം തെറിച്ചു പോകുന്നത് കണ്ടിട്ടും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അത് പറയാൻ കിട്ടും. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ചുട്ടുപഴിപ്പിച്ച് ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് കുത്തിക്കയറ്റുമ്പം കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ധീരവനിത സുമയ്യ റളിയല്ലാഹു അൻഹാക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടും. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനിടയിൽ ഓരോ തവണ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നെഞ്ചു പൊട്ടി പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റും. ഉഹുദിന്റെ രണാങ്കണത്തിൽ ചാട്ടുളിയുടെ ഏറ് കിട്ടി മാറു പിളർന്ന് രക്തം ചിന്തി മരണപ്പെടുന്നതിന്റെ അവസാന നിമിഷത്തിൽ ആ ഉഹുദിന്റെ മണൽത്തരികളിൽ മുഖം കുത്തി വീഴുന്ന സെക്കൻഡിൽ പോലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അസദുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിനെ റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടും. ഉഹുദിന്റെ രണാങ്കണത്തിൽ വലത് കൈക്ക് വെട്ടുകിട്ടി പതാക ഇടത് കൈയിൽ പിടിക്കുമ്പം ഇടത് കൈക്കും വെട്ടുകിട്ടി അറ്റുപോയ രണ്ട് കൈകൾ ഉപയോഗിച്ച് പതാക മാറത്തെ കടക്കി പിടിച്ച് മുൻപോട്ടോടുമ്പം കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞ് ആ മണൽത്തരികളിലേക്ക് മുഖം കുത്തി വീണ് മരിച്ചുപോയ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടും. നമുക്കത് പറയാൻ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരാളുടെ ജീവിതത്തിന്റെ വിജയം. എന്നെ 6 അടി മണ്ണിലേക്ക് വെച്ച് പടച്ചോൻ ചോദിക്കുമ്പം ഞാൻ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവനാന്ന് പറയാൻ, ആ അള്ളാഹുവിനെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ലെന്ന് പറയാൻ, ആ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും ഞാൻ പ്രാർത്ഥനയോ ഇസ്തിഗ്ഫാറോ നടത്തിയിട്ടില്ല എന്ന് പറയാൻ, ഇന്ന് വരെ ഒരു ജാറത്തിങ്കലും മക്ബറയിലും ദർഗയിലും കയറിയിട്ട് ആ കബറാളിയോട് പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് പറയാൻ, ഇന്നൊരാൾക്ക് മുൻപിലും കൈനീട്ടിക്കൊടുത്ത് ഏലസിന് വേണ്ടി കാത്തു നിട്ടില്ലെന്ന് പറയാൻ, ഈ കെട്ട് നിർമ്മിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിലേക്കും നിർമ്മിതമാക്കപ്പെടുന്ന ഡിങ്കൻ മായാവി കഥകളിലും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയാൻ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സാധിക്കുന്നോ അന്നേ പടച്ചോന്റെ സഹായം വരൂ, അന്നേ അള്ളാന്റെ കാവലുണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് വിശ്വാസത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. വെറും കൂലികളായി റാൻമൂളുന്ന മൂളിപ്പാളുകളായി മാറാൻ പാടില്ല.